1201 ആണ്ട് കുംഭമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകീര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും കൂടി ചേർന്നതാണ് ഇടവക്കൂറ്. 13/2/2026 മുതൽ 14/3/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. സൂര്യനും ബുധനും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നത് മൂലം വിദ്യ നേടിയിട്ടുള്ളവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജോലി വേഗം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അതിനുള്ള പരിചയ സമ്പത്തുള്ളവർക്കും ജോലി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അവരവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ജോലി തീർച്ചയായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ വേഗം അവർക്ക് ലഭിക്കുന്നതാണ്. 17/2/2026 സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം ഒരു കാരണവശാലും ഇടവക്കൂറിനെ ബാധിക്കുന്നില്ല. അവർക്ക് നല്ല ഫലങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. ഇനി ഈ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ഫലങ്ങൾ പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്കാണ് ആദ്യം പറയുന്നത്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശരീരസുഖം ലഭിക്കുന്നു. സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ സമ്മാനമായി കിട്ടുന്നതിന് സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ചെറിയ സർജറി നടക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ ജയിൽവാസം വരുന്നതിനും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആപത്തുകൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ധനനാശം കാണുന്നു. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നു. അതുമൂലം ഒരു മനപ്രയാസം ഉണ്ടാകാം. ഒരു കാരണവശാലും ഈ സമയങ്ങളിൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. പിള്ളേർ മദ്യം, മയക്കുമരുന്നിനൊക്കെ അടിമയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ കൂട്ടുകെട്ടുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായി വരുന്നു. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ നഷ്ടമായതെല്ലാം വീണ്ടെടുക്കുന്ന ഒരു സമയമാണ്. ഇതുവരെയുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാം മാറി നല്ലത് വരുന്ന ഐശ്വര്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും വരുന്ന ഒരിതാണ്. ആത്മീയതയിലേക്ക് ചിന്തിക്കുന്നതിനും ഒരു സാഹചര്യം വരാം. തൊഴിലിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതായിട്ടും വരുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപവാദം കേൾക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകാം. കാരണം ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ഒരു മരണഭയം വരാം. അതുപോലെ ഇണയുടെ മരണം, ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയോ അതിന് തുല്യമായിട്ടൊരു അവസ്ഥ വരികയോ ചെയ്യാം. അതുകൊണ്ട് അതല്ലെങ്കിൽ തന്നെ അവരിപ്പോഴൊരു സെപ്പറേഷൻ കാണുന്നുണ്ട് ഈ സമയത്ത്. അതായത് അവർ ജോലി സംബന്ധിച്ച് ഭാര്യയും ഭർത്താവും വേറെ വേറെ നാടുകളിൽ ജീവിച്ചാലും അത് മതിയാകും. വാദം മുതലായ ചെറിയ രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചില വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് നടന്നു കിട്ടാം. അതുപോലെ തന്നെ ധാന്യ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാകും. പിന്നെ ചെറിയ വയറിന് ചില ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിസാരം പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അടുത്ത രോഹിണി നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ സർജറി ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അതുപോലെ ആസ്മ, ശ്വാസം മുട്ടൽ, അലർജി പോലുള്ള കഫത്തിൻ്റെ ശല്യങ്ങളൊക്കെ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുക്കൾക്കും തനിക്കും ചില ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില സമയം ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടായി അവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നു. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് ഒരു സാഹചര്യം വരാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ചില പോലീസ് പരാതികളും കോടതി നടപടികളൊക്കെ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ മിത്രങ്ങൾ ശത്രുക്കളായി വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലം അനുഭവിച്ച ദുഃഖങ്ങൾക്കും അപമാനങ്ങൾക്കും പരിഹാരമായി അവർക്ക് വളരെയധികം നല്ലൊരു സമയമാണ് ഈ സമയം അവർക്ക് കിട്ടുന്നത്. 78 വയസ്സ് വരെ, 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ വളരെ ഒരു നല്ല സമയമാണ്. അടുത്തത് മകീര നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള മകീര നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ ഉറ്റ മിത്രമോ ഒക്കെ മരണപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള കോമ സ്റ്റേജിൽ പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അന്യദേശവാസം കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല വേതനമുള്ള ജോലിയും ലഭിക്കാം. ആ വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോലിയിൽ നിന്നും ഒരു പടിയെങ്കിലും
കൂടുതലുള്ള നല്ലൊരു തസ്തികയിലുള്ള ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വിവാഹം നടക്കാം. അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങളും ഉണ്ടാകും. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ആരും സഹായിക്കാനില്ലല്ലോ എന്നൊരവസ്ഥ ചിലപ്പോൾ വന്നേക്കാം. അത് ഭയക്കേണ്ട കാര്യമില്ല. ഈ സമയം അന്യദേശവാസം ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ബുദ്ധി നേർഗതിയിലാകാം. ശാരീരിക അസുഖങ്ങളുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ മുന്നോട്ട് പോകാം. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങൾ തലപൊക്കാം. വേണ്ടുന്ന വൈദ്യസഹായം അവർക്ക് ലഭിച്ചാൽ അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ട് ആയി അവർക്ക് മാറാം. നല്ല ഐശ്വര്യം ഉള്ള ഒരു ജീവിതമായിരിക്കും അവർക്ക് കിട്ടുന്നത്. ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കുംഭമാസം, ഈ കുംഭമാസത്തിൽ വരുന്ന കുംഭമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായുസ് സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.